ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത റൗണ്ടിലെ അർജന്റീനയുടെ എതിരാളികൾ കെയ്പ് വെർദെയാണ്. വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ അർജന്റീന കെയ്പ് വെർദെയെ അനായാസം മറികടന്നുകൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും എന്നാണ് ഇപ്പോൾ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കെയ്പ് വെർദെ അർജന്റീനയ്ക്ക് അത്ര വെല്ലുവിളി ഉയർത്തുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് കെയ്പ് വെർദെ എന്ന കാര്യം കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇതേക്കുറിച്ച് ടാഗ്ലിയാഫിക്കോ ചില വാണിങ്ങുകളൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് അധികം സ്വപ്നം കാണേണ്ടതില്ല, ഇപ്പോൾ തന്നെ കിരീടത്തെക്കുറിച്ചും ഫൈനലിനെ കുറിച്ചും ഒന്നും സ്വപ്നം കാണേണ്ടതില്ല, മറിച്ച് എന്ത് ട്വിസ്റ്റ് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മാത്രം ശ്രദ്ധ നൽകുക എന്നാണ് ടാഗ്ലിയാഫിക്കോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീനയുടെ എതിരാളികൾ കെയ്പ് വെർദെയാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. നമ്മളിപ്പോൾ കിരീടത്തെക്കുറിച്ചും ഫൈനലിനെ കുറിച്ചുമല്ല സ്വപ്നം കാണേണ്ടത്. അത്രയും ദൂരെയുള്ള ഭാവിയെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. കാരണം വേൾഡ് കപ്പിൽ എപ്പോൾ വേണമെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കാം. ഇതിനോടകം തന്നെ ചില അപ്രതീക്ഷിത റിസൾട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അധികം സ്വപ്നം കാണാതെ നമ്മൾ അടുത്ത മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത മത്സരം ഒരിക്കലും എളുപ്പമായിരിക്കില്ല. കെയ്പ് വെർദെയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അവർ ശക്തരായ എതിരാളികളാണ്. നല്ല രീതിയിൽ തയ്യാറെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഇതാണ് അർജന്റീൻ താരമായ ടാഗ്ലിയാഫിക്കോ ഒരു വാണിംഗ് ആയിക്കൊണ്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എതിരാളികളെ വില കുറച്ച് കാണേണ്ടതില്ല. വലിയ വലിയ സ്വപ്നങ്ങൾ ഇപ്പോൾ കാണേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഓരോ മത്സരത്തെയും അത് അർഹിക്കുന്ന രൂപത്തിൽ പരിഗണിക്കണം. ആരെയും വില കുറച്ച് കാണരുത് എന്നൊക്കെയാണ് ഈ അർജന്റീൻ താരം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മത്സരത്തിലും വളരെ ഇന്റൻസീവ് ആയിക്കൊണ്ട് അഗ്രസീവ് ആയിക്കൊണ്ട് തന്നെ അർജന്റീന കളിക്കും. മികച്ച ഒരു വിജയം സ്വന്തമാക്കും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.